ഹരിയാനയിലെ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചതോടുകൂടി ഓരോ സർവേകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോദി മീഡിയ ടൈംസ് നൗ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന് പറഞ്ഞുകൊണ്ട് മോദിക്ക് വേണ്ടിയുള്ള തങ്ങളുടെ ഹരിയാനയിലെ പെയ്ഡ് സർവേ പുറത്തിറക്കിയത് ഈയിടെയാണ്. ഇപ്പോഴിതാ യാഥാർത്ഥ്യവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഹരിയാന ഇലക്ഷന്റെ ഒരു സർവേ പുറത്തു വന്നിരിക്കുകയാണ്. 2019 ലോക്സഭാ ഇലക്ഷനിൽ ഹരിയാനയിലെ 10ൽ 10 സീറ്റുകൾ നേടിയ BJP 2024 ആയപ്പോഴേക്കും 5 സീറ്റുകൾ നഷ്ടപ്പെട്ട് വെറും 5 സീറ്റുകൾ മാത്രമാണ് നേടിയത്. 2019 ഒരു സീറ്റുകൾ പോലും ലഭിക്കാതിരുന്ന കോൺഗ്രസിനാകട്ടെ 5 സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചു. ആ തെരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് 46 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ലീഡുണ്ടായിരുന്നു. ഇപ്പോൾ പോൾ ട്രാക്കർ അവരുടെ ഹരിയാന അസംബ്ലി ഇലക്ഷന്റെ സർവേ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് വളരെ വലിയൊരു സർവേയാണ്. അതിനാൽ ഇതിന്റെ ഫലം ശരിയാകാനുള്ള വലിയ സാധ്യതയുണ്ട്. മെയ് 15 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള 3 മാസങ്ങളിലായിട്ടാണ് ഈ സർവേ നടത്തിയത്. ഈ സർവേയുടെ സാമ്പിൾ സൈസ് ഹ്യൂജ് ആണെന്ന് തന്നെ പറയാം. 4,35,451 പേരാണ് ഈ സർവേയിൽ പങ്കെടുത്തത്. ഈ സർവേ അനുസരിച്ച് 90 അംഗ ഹരിയാന അസംബ്ലിയിൽ കോൺഗ്രസിന് 46 മുതൽ 59 വരെ, BJPക്ക് 21 മുതൽ 29 വരെ, JJPക്ക് 2 മുതൽ 5 വരെ, AAPക്ക് 0 മുതൽ 1 വരെ, മറ്റുള്ളവർക്ക് 7 മുതൽ 9 വരെ സീറ്റുകൾ എന്നിങ്ങനെ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓരോ പാർട്ടികൾക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനം ഇങ്ങനെയാണ്: കോൺഗ്രസിന് 46, BJPക്ക് 29, JJPക്ക് 9, AAPക്ക് 2, മറ്റുള്ളവർക്ക് 14. ഹരിയാനയിലെ ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ച് കോൺഗ്രസിന് 60-ന് മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പാണ്. BJP ഒരു കാരണവശാലും 25 സീറ്റുകൾ പോലും നേടില്ല. എൻ്റെ ഈ പ്രവചനം നിങ്ങൾ കുറിച്ചു വെച്ചോളൂ.